ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയുടെ 4ാമത്തെ വീഡിയോ ആണിത്. മുതുമലൈ ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗുണ്ടൽപേട്ട ലക്ഷ്യമാക്കിയാണ് ഇനി ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം വൈകുന്നേരം 6:30 ആയതോടുകൂടി ഗുണ്ടൽപേട്ട നഗരത്തിൽ എത്തിച്ചേർന്നു. ഈ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ വയനാട്ടിലാണ് എത്തിച്ചേരുക, അതായത് വയനാട്ടിലെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക്. ഞങ്ങൾക്ക് ഇവിടെ നിന്നും നേരെയാണ് യാത്ര പോകേണ്ടത്. ഗുണ്ടൽപേട്ട നഗരം കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം മൈസൂരാണ്. ഗുണ്ടൽപേട്ടിൽ നിന്നും ഏകദേശം 60 കിലോമീറ്ററാണ് മൈസൂരിലേക്കുള്ള ദൂരം. ഇടതുവശത്തായി കാണുന്ന വാൻ നാട്ടിൽ നിന്നും പുറപ്പെട്ടതാണ്. പരിപാടിക്ക് പുറപ്പെടുന്ന വാഹനമാണത്. കഴിഞ്ഞ വീഡിയോയിൽ നാട്ടിലെ കുറച്ച് ആളുകളെ പരിചയപ്പെട്ടിരുന്നു. അവർ വന്ന വാഹനമാണത്. നേരം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഗുണ്ടൽപേട്ട എത്തിയതിനു ശേഷം ഭക്ഷണം കഴിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. നിങ്ങൾ ഈ യാത്രയുടെ ആദ്യ ഭാഗം കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആദ്യ ഭാഗം മുതൽ കാണാൻ ശ്രമിക്കുക, എങ്കിലേ ഇതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. നേരം ഇരുട്ടുന്നതിന് മുന്നേ മൈസൂർ പട്ടണത്തിൽ എത്തണം, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടുത്തെ റോഡുകളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല, അത്രക്കും മനോഹരമാണ്. റോട്ടിൽ ചെറിയ കുഴികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അടച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ വളരെ ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങൾ പോലും നമുക്ക് കാണാം. ഇത് അപകട സാധ്യതകളെ കുറക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സമയം ഏകദേശം 6:40 ആയിരിക്കുന്നു. നേരം ഇരുട്ടിയിട്ടുണ്ട്. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളെല്ലാം ലൈറ്റ് തെളിയിച്ചിട്ടുണ്ട്. സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട്. വളരെ അകലെ നിന്നും വരുന്ന വാഹനങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം. ഗുണ്ടൽപേട്ട് കഴിഞ്ഞതിന് ശേഷം കണ്ട അടുത്ത വലിയ ഒരു ടൗണാണിത്. ബിഗൂർ എന്നാണ് ഈ നഗരത്തിൻ്റെ പേര്. കന്നഡ ഭാഷ ആയതുകൊണ്ട് തന്നെ തെറ്റാൻ സാധ്യതയുണ്ട്. പേരിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ തിരുത്തി തരുമല്ലോ. യാത്രക്കിടയിൽ തന്നെ ഞങ്ങൾ നല്ല ഹോട്ടലും കൂടി തപ്പുന്നുണ്ട്. ഞാനാണെങ്കിൽ കാര്യമായിട്ട് വല്ലതും കഴിച്ചത് രാവിലെയാണ്. തിരക്കേടില്ലാത്ത വിശപ്പും വന്നിട്ടുണ്ട്. മൈസൂർ ഗുണ്ടൽപേട്ട് റൂട്ടിൽ ധാരാളം മലയാളി ഹോട്ടലുകളുണ്ട്. അത്തരം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുന്നതിനിടക്കാണ് വലതുഭാഗത്തായി ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. എങ്കിൽ പിന്നെ അവിടെ കയറി നോക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ വാഹനം അങ്ങോട്ടേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. റോട്ടിലാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. വാഹനങ്ങളെല്ലാം തന്നെ വളരെ വേഗതയിലാണ് ഇതുവഴി കടന്നു പോകുന്നത്. ശ്രദ്ധിച്ചെടുത്തില്ല എങ്കിൽ പിന്നീട് ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. കണ്ടിട്ടൊരു മലയാളി ഹോട്ടലാണെന്ന് തോന്നുന്നു. മലയാളത്തിലും കന്നഡയിലുമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ടായിരിക്കും മലയാളത്തിൽ എഴുതിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ റെസ്റ്റോറൻറ്റ് ഒരു സൈഡിലായി വാഹനം പാർക്ക് ചെയ്തു. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് നമ്മളെ ഫുഡ്. ചപ്പാത്തി, ഗ്രീൻ പീസ്. ഇപ്പോൾ ഫുഡ് കഴിച്ച് യാത്ര തുടരുകയാണ്. ഇതൊക്കെ സമ്മേളനത്തിനുള്ള ആൾക്കാരാണ്. അങ്ങനെ ഞാൻ ഒരു പ്ലേറ്റ് ചപ്പാത്തിയും ഗ്രീൻ പീസും ഓർഡർ ചെയ്തു. വലിയ വിലയൊന്നും തന്നെ ആയിട്ടില്ല. എൻ്റെ ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആകെ ചിലവായത് വെറും 70 രൂപയാണ്. യാത്രകളിൽ ഹെവി ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ തീരുമാനിച്ചു. സംശയിച്ചതുപോലെ തന്നെ അതൊരു മലയാളി ഹോട്ടൽ തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്ത ഭക്ഷണം തന്നെയായിരുന്നു. ഗ്രീൻ പീസ് ഒരൽപ്പം വേവ് കുറവുണ്ട് എന്നൊഴിച്ചാൽ വേറെ ഒരു കുഴപ്പവും ഇല്ല. റെസ്റ്റോറൻറ്റിൽ അല്പം വിശ്രമിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടെ നിന്ന് മൊബൈൽ ചാർജ് ചെയ്യാനും സൗകര്യം കിട്ടി. അങ്ങനെ മൈസൂർ ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. വളവുകളും തിരിവുകളും ഇല്ലാത്ത റോഡായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാനാവും ഇതിലൂടെ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയവും നമുക്ക് ലാഭിക്കാം. പക്ഷേ ഒരു കാര്യം, ഇതിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം മൈസൂർ പട്ടണത്തോട് അടുത്തെത്താറായിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ഏകദേശം 21 കിലോമീറ്റർ മാത്രമാണ് മൈസൂർ പട്ടണത്തിലേക്കുള്ള ദൂരം. മൈസൂർക്ക് ഏകദേശം 21 കിലോമീറ്റർ.
മൈസൂർ പട്ടണം എത്തുന്നതിന് മുമ്പേയുള്ള ഒരു ടോൾ പ്ലാസയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ 2 വീലറുകൾക്കൊന്നും ടോൾ കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇവിടെ എൻ്റെ ഇടതുഭാഗത്തായി കുറച്ച് പോലീസ് വണ്ടിയും പോലീസുകാരും നിൽക്കുന്നത് കാണാം. അതിനൊരു കാരണവുമുണ്ട്. മൈസൂർ പട്ടണം എത്തുന്നതിന് മുമ്പെയാണ് മൈസൂരിലെ എയർപോർട്ട് വരുന്നത്. അവിടെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് നഷ്ടമായി. പോലീസ് അതുവഴി വന്ന വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി. കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ വല്ല ചെക്കിങ്ങുമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം മറ്റൊന്നായിരുന്നു. എയർപോർട്ടിൽ നിന്നും കർണാടക മുഖ്യമന്ത്രി വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ 15 മിനിറ്റ് കാത്തിരുന്നിട്ടും മുഖ്യമന്ത്രി വന്നില്ല. കർണാടകയിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. മുഖ്യമന്ത്രി വരാത്തത് കൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം അവർ പുറത്തുവിട്ടു. പോകുന്ന വഴിയിലെല്ലാം സെക്യൂരിറ്റി പോലീസ് നിൽക്കുന്നുണ്ട്. എല്ലാ ജംഗ്ഷനുകളിലും പ്രധാന കവലകളിലുമെല്ലാം. കൂടെ ഉണ്ടായിരുന്ന ആൾ ഇതിനിടയിൽ മിസ്സായി. അത്രക്കും വാഹനങ്ങളുടെ തിരക്കായിരുന്നു അവിടെ. തുറന്നുവിട്ടപ്പോൾ ബൈക്കുകളെല്ലാം ചന്നം പിന്നം പായാൻ തുടങ്ങി. ഞാനും ഒന്നും നോക്കിയില്ല. ആ കൂട്ടത്തിൽ ഞാനും കൂടി. അതിനിടയിൽ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും എവിടെയോ മിസ്സായി. അഥവാ കാണുന്നില്ലെങ്കിൽ മൈസൂരിലെത്തിയ ശേഷം അദ്ദേഹത്തെ വിളിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. 8:30 മണിയായി മൈസൂർ. അങ്ങനെ ഞാൻ ഏകദേശം 8:30 മണിയോടുകൂടി മൈസൂർ ടൗണിൽ എത്തി തുടങ്ങി. ഏകദേശം ടൗൺ എത്താറായപ്പോഴേക്കും കൂടെയുള്ള ആൾ വിളിച്ചു. ഞാൻ കരുതിയിരുന്നത് അദ്ദേഹം എന്നെക്കാളും മുന്നിലാണെന്നാണ്. പക്ഷേ എന്നെക്കാളും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ബാക്കിലാണ് അദ്ദേഹം ഉള്ളത്. അങ്ങനെ ഞാൻ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ടേക്ക് വരാൻ അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടു. ഇനി അദ്ദേഹം കൂടെ എത്തിയതിനു ശേഷം യാത്ര തുടരാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ ഒപ്പം കിട്ടി. അങ്ങനെ മൈസൂർ ടൗണിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. മൈസൂരിൽ എത്തിയതിനു ശേഷം മൈസൂരിലെ പാലസിൻ്റെ രാത്രികാല കാഴ്ച കാണാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്കാരനോട് വഴി ചോദിച്ചു മനസ്സിലാക്കി. പാലസ് അവിടെ എൻട്രൻസ് ഇല്ല. പാലസ് താങ്ക് യു. അതായത് ഞാൻ ജസ്റ്റ് ആ രാത്രി ലേറ്റ് ഇട്ട് കഴിഞ്ഞ അഡ്രസ് ഉണ്ടാവും കാണാൻ. അവിടെ ഫോട്ടോ എടുക്കാം. അതിനെ റൂട്ട് അതിനെ ഇന്നത്തെ അവിടെ സ്ട്രൈറ്റ്. താങ്ക് യു. ഇവിടെ ഉള്ള പ്രശ്നം ഇതാണ്. ആകെ പിരാന്തോ ഈ കാളവണ്ടിയ രസം. കുതിരവണ്ടി. അങ്ങനെ വഴി പറഞ്ഞു തന്ന ഓട്ടോക്കാരനോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാകും ഗൂഗിൾ മാപ്പൊക്കെയുള്ള ഈ ആധുനിക കാലത്ത് എന്തിനാണ് ഇങ്ങനെ വഴി ചോദിച്ച് പോകുന്നത് എന്ന്. കാരണം മറ്റൊന്നുമല്ല, ഗൂഗിൾ മാപ്പ് ഓണാക്കിയാൽ വീഡിയോ ചിത്രീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. എങ്കിലും സംശയം വരുന്ന ഭാഗത്തൊക്കെ വാഹനം നിർത്തി ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മൈസൂർ പാലസിൻ്റെ അടുത്തേക്കാണ്. വൈകുന്നേരമായാൽ മൈസൂർ പാലസ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈറ്റുകളെല്ലാം തന്നെ തെളിയിച്ച് അതിമനോഹരമായിരിക്കും. റോഡുകളിലെല്ലാം തന്നെ വാഹനങ്ങളുടെ നല്ല തിരക്കുണ്ട്. ആളുകളെല്ലാം ജോലിയും മറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയമാണിത്. റോഡിൻ്റെ ഇടതുവശത്തായി കാണുന്നത് കുതിരവണ്ടിയാണ്. ഇവിടെ കുതിര സഫാരി ഇഷ്ടം പോലെ ലഭ്യമാണ്. ഇവിടെ റോഡിൻ്റെ ഇടതുപക്ഷത്തായി കുറച്ച് ആളുകളെ കാണാം. എന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിലുള്ള യാത്ര ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കർണാടകയുടെ ട്രാൻസ്പോർട്ട് ബസ്സാകട്ടെ സുഹൃത്തുക്കളെ പോലെയാണ്. എന്നെ ചാരിക്കൊണ്ടാണ് അവർ പോകുന്നത്. അങ്ങനെ നല്ലൊരു പാർക്കിംഗ് ഇടം കിട്ടിയപ്പോൾ അവിടെ വാഹനം സൈഡാക്കി. ഈ രാത്രി രസമാണ് കാണാൻ. ഇവിടെ ഒന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ തന്നെ പറ്റുള്ളൂ. ഇതിന്റെ ഈ വരന്റെ ഇങ്ങോട്ട് കയറ്റിട്ടാ മതി. മറ്റേ നോ പാർക്കിംഗ് ആണ്. മൈസൂർ പാലസ്. എന്താണ് ഈ കാണുന്നത് മൈസൂർ പാലസിന്റെ മുൻവശത്തെ കവാടമാണ്. ലൈറ്റെല്ലാം തെളിയിച്ചുള്ള ഈ കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ട്. കുതിര പോയിന്. അങ്ങനെ ഞങ്ങൾ പാലസിന്റെ അധിക കാഴ്ച കാണാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി. പാലസിന്റെ കവാടത്തിലായി ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. എന്താണ് അവിടെ കൂടുതൽ കാഴ്ച കാണാനുള്ളത് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. കൂടുതലും മരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണവ. എന്തുകൊണ്ടാണെന്നറിയില്ല. വീഡിയോ എടുക്കുന്നതിനെ കച്ചവടക്കാരെ തടഞ്ഞു. മൈസൂർ പാലസ്.
ഗേറ്റ് പെരുന്തിരക്ക്. ഗേറ്റിന്റെ മുൻവശത്തിൽ നിന്നുള്ള കാഴ്ചയാണിവ. ഇതിന്റെ മുന്നിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ബാരിക്കേഡുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. ലൈറ്റൊക്കെ തെളിയിച്ചുള്ള രാത്രികാല കാഴ്ച അതിമനോഹരം തന്നെയാണ്. പക്ഷേ ഈ കാണുന്നത് മൈസൂർ പാലസ് അല്ല. ഈ ഗേറ്റ് കടന്നു വേണം മൈസൂർ പാലസ് കാണാൻ. രാത്രി ഇരുട്ടായതുകൊണ്ട് തന്നെ പാലസിന്റെ കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാനുള്ള പുറപ്പാടിലാണ്. റോട്ടിലാണെങ്കിലോ ഭയങ്കര തിരക്കും. ഇനി രാത്രി സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ മറ്റു കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചത്. ബാംഗ്ലൂർ എത്തുന്നതിൻ്റെ അല്പം മുമ്പ് എവിടെയെങ്കിലും ഒരു റൂം എടുക്കണം. ഈ കാണുന്നത് മൈസൂരിലെ ഒരു പ്രധാന റൗണ്ട് ബോട്ടാണ്. അതിന് നടുവിലായി അതിമനോഹരമായ ഒരു വാസ്തുവിദ്യ കാണാം. കണ്ടാൽ തന്നെ അറിയാം രാജഭരണ കാലത്തുള്ളതാണെന്ന്. മൈസൂരിലെ ഈ റൗണ്ട് ബോട്ടിൽ വന്നാൽ എനിക്ക് പതിവുള്ള ഒന്നാണ് ഇത് 2 വട്ടം കറങ്ങുക എന്നുള്ളത്. സംഗതി മറ്റൊന്നുമല്ല, വഴി തെറ്റിയിട്ടാണ്. അത് ഗൂഗിൾ മാപ്പ് വെച്ചാലും ശരി, വഴി തെറ്റൽ പതിവാണിവിടെ. ഈ റൗണ്ട് ബോട്ടിൽ നിന്നും എത്ര റോഡുകളാണ് തിരിഞ്ഞു പോകുന്നത് എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ വഴിയരികിൽ കണ്ട ഓട്ടോ ഡ്രൈവറോട് വഴി ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ബാംഗ്ലൂർ റൂട്ട്, ബാംഗ്ലൂർ. അയാളിതാണ് മനസ്സിലാന്ന്. ബാംഗ്ലൂർ, ബാംഗ്ലൂർ. ആ റൂട്ട് ഇതാണൊരു കുഴപ്പം. പോയോക്കാം. ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോ അയാളെ ഇങ്ങോട്ട് ഇനിയിപ്പോ റൗണ്ട് അടിക്കണം. അവിടെ ഒരു ബോർഡ് കാണിട്ട് അപ്പൊ നോക്കാം. വരി. അങ്ങനെ ഞാൻ പതിവ് തെറ്റിക്കാതെ ഒരു റൗണ്ടും കൂടി അടിക്കാമെന്ന് തീരുമാനിച്ചു. വഴി ചോദിക്കാൻ ഏറ്റവും നല്ലത് ആ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ തന്നെയാണ്. അവരാവുമ്പോൾ കൃത്യമായ വഴി തന്നെ പറഞ്ഞു തരും. അവർ കന്നഡയിലൊക്കെയാണ് ഞങ്ങൾക്ക് മറുപടി നൽകുന്നത്. എനിക്കാണെങ്കിലോ കന്നഡ തീരെ അറിയില്ലതാനും. അല്പം ഹിന്ദിയൊക്കെ വെച്ചാണ് ഞങ്ങൾ സംസാരം അഡ്ജസ്റ്റ് ചെയ്യാറ്. യാത്ര ചെയ്യാൻ ഭാഷ ഒരു പ്രശ്നമല്ലെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അവസാനത്തെ അടവായ ആംഗ്യഭാഷ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും വഴി തെറ്റി. റൗണ്ട് ബോട്ടിൽ കൃത്യമായ സൂചനാ ബോർഡ് ഇല്ലാത്തതാണ് ഇതിനൊക്കെയുള്ള കാരണം. റോഡ് അതിന്റെ അപ്പുറത്തുള്ള റോഡാ? ഏത്? ആ ബസ് പോണ റോഡ്? ഊട്ടി ബാംഗ്ലൂർ, അത് ആ ബസ് പോണ റോഡ്. ആ പോ. ഇവിടുത്തെ ഒരു കുഴപ്പം അതാണ്. അല്ലോ പോട്ടെ. നല്ല വണ്ടി പോട്ടെ. സാധുക്കൾക്ക് ഇപ്പോഴും തല്ലെന്നല്ലേ. തല്ലി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ കുതിരക്ക് കിട്ടുന്ന തല്ലിനെ കുറിച്ചാണ്. കാലം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും കുതിരവണ്ടി ഓടിക്കുന്നവർ ധാരാളം ഇവിടെയുണ്ട്. കുതിരവണ്ടി അധികവും ഉപയോഗിക്കുന്നത് ടൂറിസ്റ്റുകളാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും വാഹനം തിരിച്ചു. റോട്ടിലാണെങ്കിലോ ഭയങ്കര തിരക്കും. നല്ലവണ്ണം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഏത് ഭാഗത്തിലൂടെയാണ് വാഹനം വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. അവിടെ ചോദിച്ചിട്ട് പോയാൽ മതി. മുമ്പിലേ ചോദിച്ചിട്ട് പോയാൽ മതി. ഇത് ഇങ്ങനെ തന്നെയാണ് ഇവിടെ തന്നെയാണ് തോന്നണേ. ബാംഗ്ലൂരു റൈറ്റ്. ഞാൻ ഒന്ന് നോക്കാല്ലേ ഒട്ടോടി. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വഴിയെല്ലാം ചോദിച്ച് ബാംഗ്ലൂർ റൂട്ടിലേക്ക് കയറി. ബാംഗ്ലൂർ റൂട്ടിലേക്ക് കയറിയതിന് ശേഷമാണ് ഒരല്പം ആശ്വാസമായത്. ഇനി ബൈക്കിൽ പെട്രോൾ അടിക്കണം. മുമ്പിൽ കണ്ട പമ്പിൽ നിന്ന് തന്നെ പെട്രോൾ അടിക്കാമെന്ന് തീരുമാനിച്ചു. ബൈക്കിൽ അവസാനമായി പെട്രോൾ അടിച്ചത് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്നാണ്. ഗൂഡല്ലൂരിൽ നിന്ന് അടിച്ച പെട്രോൾ കൊണ്ടാണ് ഇതുവരെ സഞ്ചരിച്ചത്.
101 ആ 310 റുപ്യ. 1 ലിറ്ററിന് 101 റുപ്യ. 101 റുപ്യ. 10 റുപ്യൻ്റെ വ്യത്യാസമില്ല. പോകുമ്പോ ഇവിടുന്ന് അടിച്ചു പോയാൽ മതി. ഇവിടെ കർണാടക അടക്കണതിൻ്റെ മുമ്പ് ഇവിടുന്ന് അടിച്ചാലും ഇതാ റേറ്റാ. നമ്മളാ ഗുഡല്ലൂരില്ല, അല്ല ഗുണ്ടൽപേട്ടില്ല, അവിടുന്നൊക്കെ അടിക്കാം. കർണാടകയിൽ 1 ലിറ്റർ പെട്രോളിന് ആകെ 101 രൂപയാണ് വരുന്നത്. 310 രൂപക്ക് ടാങ്ക് ഫുള്ളായി കിട്ടി. കേരളത്തിലെ പെട്രോളിനെ അപേക്ഷിച്ച് ഏകദേശം 9-10 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ റൂട്ടിലൂടെയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഇരുവശത്തും. റോഡിൻ്റെ ഇരുവശങ്ങളിലായി മരങ്ങളുണ്ട്. റോഡാണെങ്കിലോ നീറ്റ് ആൻഡ് ക്ലീനായ റോഡും. ഇവിടെ നിന്നാണ് എക്സ്പ്രസ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് ശ്രീരംഗപട്ടണത്തേക്കുള്ളത്. ശ്രീരംഗപട്ടണം ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന നാടാണ്. ഇൻഷാ അല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ കോട്ടയും മറ്റും സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാണ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ, അതായത് നാഷണൽ ഹൈവേ 275. 3 വരി പാതയാണ് വൺ സൈഡിലുള്ളത്, കൂടാതെ 2 വരി സർവീസ് റോഡും. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് ബാംഗ്ലൂർ നഗരിയുടെ ഹൃദയഭാഗത്തേക്കാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നതിൽ ചെറിയൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയുന്നവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ റോഡിലെ പരമാവധി വേഗത 100 km/h ആണ്. ഒന്നും നോക്കിയില്ല, ഞങ്ങളും ഏകദേശം 180 km വേഗതയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അതിവിശാലമായ റോഡിലൂടെ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ഇതിനു മുന്നേ തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് ഈ റോഡ്. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലൂടെ ഏകദേശം 50 കിലോമീറ്ററോളം സഞ്ചരിച്ചു. ആദ്യത്തെ ടോൾ പാസിൽ ഞങ്ങൾ എത്താറായി. ഈ റോഡിൻ്റെ തുടക്കഭാഗം മുതൽ 145 കിലോമീറ്ററാണ് ബാംഗ്ലൂരിലേക്കുള്ള ദൂരം. അങ്ങനെ ഞങ്ങൾ ബൈക്കിനുള്ള ടോൾ ബൂത്ത് തിരഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നോക്കുമ്പോൾ അവിടെ ബൈക്കിനുള്ള ടോൾ ബൂത്തുകളൊന്നും കാണാനില്ല. എങ്കിൽ പിന്നെ കാറുകൾ സഞ്ചരിക്കുന്ന വഴി തന്നെയായിരിക്കുമെന്ന് വിചാരിച്ചു. സാധാരണ ടോളുകളിലെല്ലാം ഇടതുഭാഗത്തുള്ള ചെറിയൊരു വഴി, അതാണല്ലോ ബൈക്കിനുള്ളത്. അങ്ങനെ എന്തോ ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോഴേതാ ഒരുത്തൻ ഞങ്ങളോട് വാഹനം സൈഡാക്കാൻ വേണ്ടി പറയുന്നു. എന്താ സംഭവം എന്താണ്? ആ റോഡ് ഇത് ഓഫീസ് റോഡ്. You go U-turn the 10 km back only. इधर वो नहीं है आपको. हाँ इधर स्मॉल एग्जिट प्लेस इनको अभी ओपन किया, बट टू व्हीकल का 100 रुपीज़ पैसा देता तो इधर से दो. ये उधर मैं ओपन एग्जिट में मैं ओपन. You go to the service road, not go to the 10 km back. Okay, क्या करते हो? जल्दी बताओ, जल्दी गो, बट नॉट स्टॉप द वे. പോലീസ് പറയുക 1000 ഫൈൻ മറക്കുക. സംഭവം എന്താ മനസ്സിലായ? ഇത് 2 വീലറിനൊക്കെ സംശയം ഉണ്ടായിരുന്നു. NHAന്റെ സർവീസ് റോഡാണ് തോന്നുന്നുണ്ട്. അവിടെ ഒരു നോട്ട് ചെയ്ത് കണ്ടാവില്ലല്ലേ? 2 വീലർ നോട്ട്, നോട്ടീസ് ബോർഡ്. എക്സിറ്റ് കിതർ. സംഭവം മറ്റൊന്നുമല്ല, 2 വീലറുകൾക്ക് ഈ റോഡിലൂടെ അലൗഡ് ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്വിസ്റ്റ്. ഇതിന്റെ മെയിൻ കാരണം ഞങ്ങൾക്ക് ഈ റോഡിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മറ്റൊരു പ്രധാന വിഷയം റോഡ് നിർമ്മാതാക്കളുടേതാണ്. 2 വീലറുകൾക്ക് ഇതിലൂടെയുള്ള യാത്ര അനുവദനീയമല്ല എന്നുള്ള ഒരു ബോർഡ് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. പോയിട്ട് എന്തോ ഒരു എക്സിറ്റ് എന്തോ ഉണ്ട്, 100 റുപ്യ എടുത്താല് ഓന് കഴിച്ചിലാക്കി തരാന്ന്. അല്ലെങ്കിൽ പോലീസ് വന്നിട്ട് 1000 എഴുതുന്ന്. ഇവിടുന്ന് ഓപ്പൺ ആക്കി തരുമെന്നോ? ഇതിൽ കൂടെ അവിടെ വഴി
ഇക്കൊരു സംശയം ഉണ്ടായിന്ന്. കാരണം നമ്മള് മാത്രമേ 2 വീലർ ഇതിലുള്ളൂ. അവിടുന്ന് കയറിയപ്പോ തന്നെ പിന്നെ എന്ത് ചെയ്തിക്കണ്, മറ്റേ വണ്ടികളൊക്കെ അവിടുന്ന് തന്നെ എന്ത് ചെയ്തിക്കണ് സർവീസ് റോഡ് കൂടെ പോകുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ എന്താ കാട്ടിയാവും. അതിനാ ഇവിടെ ഒന്നും കുഴപ്പമില്ല. എവിടെ മറ്റേ എന്താ പറയാ go. But now stop करो. Police बंदे फाइन हाकते. भैया था. हाँ? भैया ओपन गेट ओपन. मैं ओपन. हाँ किधर है? अभी किधर है? All open मेरा open. हाँ. Give 100 rupees go outside. 200 rupees है. 200 नहीं है भाई, 100 rupees only. 100. 2 गाड़ी में जो 100 rupees. हाँ. ये गेट किधर है? गेट किधर है? इधर है. हाँ. तुम ओपन करो. ऑलरेडी ओपन मेरा. हाँ. ट्रेन का ओपन मेरा. हाँ. हाँ. സംഭവം മനസ്സിലായില്ല. ആ കുഴപ്പമില്ല. അപ്പൊ ടോൾ കൊടുക്കുകയാണെങ്കിലും വേണ്ടേ? ടോൾ കൊടുക്കുകയാണെങ്കിലും വേണ്ടേ? 100 rupees 100 रुपये. हाँ 100 रुपये सब अच्छा. ये भाई क्या 30 रुपये 60 रुपये से 2 आदमी अभी नहीं. अभी नहीं. मैं डेली ट्रेन का पैसा 1000 2 व्हीलर गाड़ी एंट्री नहीं है केरला में. 2 व्हीकल का 200 देगा तो ओनली 100 रुपीस देगा. 1 मिनट भाई अंडरस्टैंड ओनली 100 प्लीज आई रिक्वेस्ट करो. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചോള കൊടുക്കുകയാണെങ്കിൽ വേണം പൈസ കൊടുക്കുക. നിങ്ങൾ എത്ര കൊടുത്ത്? 100 രൂപ എടുത്ത് അല്ല ഇവിടെ വെക്കി ഇഞ്ചി ഇടപാട് ക്ലിയർ ആക്കണമല്ലോ. ഓനെ മറ്റേ പരിപാടി അടിച്ചാണ്. ആ ഐഡിയ നമുക്ക് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഇതിപ്പോ നമ്മൾ ടോൾ കൊടുക്കുകയാണെങ്കിൽ വേണം. നല്ല കത്തിച്ചിട്ട് റോഡ്. ആ ഓപ്പൺ കറവ് ഓപ്പൺ ഒന്നും ഇല്ല. വായിക്കൂടാണ്ട് കാണിച്ചു തരും. ഇതാ വിട്ടോളിന്ന് അറിയൂ. ഇതേ ഓൻ വരുന്നതിന്റെ മുമ്പ് അമ്മക്ക് കഴിച്ചില്ല വണ്ടിന്ന്. അല്ല അത് ഓൻ വെറുതെ ഇതാക്കിയതാണ്. അല്ല ഇനിയിപ്പോ ഞാൻ വേറെ വിഷയം പറഞ്ഞിട്ടേ, നമ്മളിപ്പോ ടോള് കൊടുത്താണെങ്കിൽ ഈ 50 രൂപ ടോള് വരും. കാരണം നല്ല കത്തിച്ചിട്ട് നല്ല സ്ട്രൈറ്റ് റോഡ് ഇട്ടില്ലേ. ആ അല്ല പോലീസുകാരെന്നാ നല്ല ഫൈൻ ഇട്ടു. അത് വേറെ കാര്യം. ശരിക്കും സംശയം ഉണ്ടായിരുന്നു അപ്പൊ തന്നെ. ഞങ്ങൾക്ക് പറ്റിയ ഈ അബദ്ധത്തിന് ഞങ്ങളുടെ കയ്യിൽ നിന്നും ചിലവായത് 100 രൂപയാണ്. ഇങ്ങനെ ഒരു വഴി ഇവിടെയുള്ളത് നേരത്തെ അറിയുമായിരുന്നുവെങ്കിൽ അതിലൂടെ കഴിച്ചിലായാൽ മതിയായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പെടുന്നത്. ഏതായാലും ഇനിയുള്ള നമ്മുടെ യാത്ര സർവീസ് റോഡിലൂടെയാണ്. അങ്ങനെ ഞങ്ങൾ യാത്രക്കിടെ വഴിയരികിൽ കണ്ട ഒരു ചെറിയ ധാബയിൽ നിർത്തി. ഇപ്പോൾ ഏകദേശം സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഒരു ചായ കുടിക്കണം, അതാണ് ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം. ഈ കട നടത്തുന്നത് ഒരു ചേച്ചിയും അവരുടെ ഭർത്താവുമാണ്. അങ്ങനെ ഞങ്ങൾ അധിക സമയം വൈകാതെ 2 കോഫി ഓർഡർ ചെയ്തു. ഞാനൊരു വടയും. ഒരു വെറൈറ്റി ഉള്ളിവട. 70 ഇല്ല. പക്ഷെ ഓടുമ്പോ നല്ല തണുപ്പാണ്. സമയം 10:24. അങ്ങനെ കോഫി കുടിച്ച് ഞങ്ങൾ കടയിൽ നിന്നിറങ്ങിയപ്പോൾ സമയം 10:24 ആയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഇൻഷാ അല്ലാഹ് പോവാം. ഇതേതാ ടീം? നട്ടപ്പാതിരിട്ട് ഇവിടങ്ങളിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ സഹിക്കാനാകാത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ബൈക്കിലാവുമ്പോൾ അതിൻ്റെ കാഠിന്യം കൂടുകയും ചെയ്യുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഗ്ലൗസുമില്ല. ചിലയിടങ്ങളിലെത്തുമ്പോൾ തണുപ്പിൻ്റെ കാഠിന്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സർവീസ് റോഡിൽ നിന്നും മാറി ഇപ്പോൾ ഒരു പട്ടണത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സുഗർ സിറ്റി മാണ്ഡ്യ. വെൽക്കം ടു സുഗർ സിറ്റി മാണ്ഡ്യ. മാണ്ഡ്യയിലാണല്ലേ? മാണ്ഡ്യ എന്ന പട്ടണത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത്.
ഷുഗർ സിറ്റി എന്നാണ് ഈ പട്ടണത്തെ അറിയപ്പെടുന്നത്. ഇതൊരു വലിയ സിറ്റി തന്നെയാണ്. രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പട്ടണത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ പതിയെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും സർവീസ് റോഡിലേക്ക് തന്നെ പ്രവേശിച്ചു. ഇത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണ്. ചിലപ്പോഴൊക്കെ സർവീസ് റോഡെല്ലാം അവസാനിച്ച് പട്ടണത്തിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. പലയിടങ്ങളിലും ഹൈവേയുടെ കൂടെ സർവീസ് റോഡില്ല. സർവീസ് റോഡാണെങ്കിലോ ഒന്നിനൊന്നിന് മെച്ചം. പട്ടണത്തിലൂടെയുള്ള യാത്ര ഒഴിച്ച് ബാക്കിയെല്ലാം സുഗമമായ യാത്രയാണ് നൽകിയിരുന്നത്. സർവീസ് റോഡിലെ ഹമ്പുകൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിമനോഹരമായ പാതകൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ബാംഗ്ലൂരിനോട് അടുക്കാറായിരിക്കുന്നു. ബാംഗ്ലൂരിലേക്ക് ഇവിടെ നിന്നും ഏകദേശം ഒരു 10-40 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. റോട്ടിൽ മറ്റ് വാഹനങ്ങളൊന്നുമില്ലാത്തതിനാൽ അല്പം വേഗത്തിലാണ് ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത്. ബാംഗ്ലൂർ അടുക്കാറായതോടുകൂടി റോഡിന്റെ ഗതി തന്നെ ആകെ മാറി. വളരെ മനോഹരമായ പാതകളാണ് ഇവിടെയുള്ളത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ബാംഗ്ലൂർ ടൗൺ എത്തുന്നതിന് മുമ്പേ എവിടെയെങ്കിലും റൂം സെറ്റാക്കണം. ബാംഗ്ലൂർ ടൗണിലാണെങ്കിൽ റൂമിന് വലിയ റെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ബാംഗ്ലൂർ ടൗൺ എത്തുന്നതിന് ഒരു 10-20 കിലോമീറ്റർ മുന്നേ റൂം എടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതാകുമ്പോൾ വലിയ റൂം റെൻറ്റിൽ നിന്നും രക്ഷപ്പെടാനാകും. ഈ താഴെ കാണുന്നത് സർവീസ് റോഡാണ്. മുകളിലൂടെയാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത്. ഇവിടങ്ങളിലെല്ലാം വലിയ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. കയ്യിൽ ഗ്ലൗ ഇല്ലാത്തത് കൊണ്ട് തന്നെ കൈയെല്ലാം മരവിച്ചിരിക്കുന്നു. ഈ അനുഭവങ്ങളെല്ലാം യാത്രയിലെ ഒരു പാഠമായി ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ നീങ്ങി. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സർവീസ് റോഡാണ്. 2 ലൈനാണ് ഇതിനുള്ളത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര സർവീസ് റോഡിൽ നിന്നും വീണ്ടും പട്ടണത്തിലേക്ക് കടന്നിരിക്കുന്നു. ചെന്നൈപട്ടണം എന്നാണ് ഇതിൻ്റെ പേര്. ലാൻഡ് ഓഫ് ടോയ്സ് എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ചിലപ്പോൾ ഇവിടെയാകാം കൂടുതൽ ടോയ്സുകളെല്ലാം നിർമ്മിക്കുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ ഈ പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു പട്ടണത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. അലങ്കാര ബൾബുകളെല്ലാം തൂക്കി ഭംഗിയാക്കിയിരിക്കുന്നു. സംഭവം എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ വാഹനം റോഡിന്റെ സൈഡിൽ ഒതുക്കി നിർത്തി. അവിടെ ഒരു പള്ളി കാണുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, അവിടെ ഒരു ഖവാലി നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ അധികം സമയം വൈകാതെ ബാംഗ്ലൂരിൽ എത്തുകയും വേണം. അതുകൊണ്ട് ഇവിടെ ഇറങ്ങാൻ നിന്നില്ല. സമയമാണെങ്കിൽ ഒരുപാട് വൈകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും സർവീസ് റോഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും അധിക ദൂരമൊന്നുമില്ല ബാംഗ്ലൂരിലേക്ക്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിരിക്കുന്നു. ഏകദേശം ബാംഗ്ലൂർ പട്ടണം എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി. വലിയ വലിയ കെട്ടിടങ്ങളായി അങ്ങിങ്ങായി കാണുന്നുണ്ട്. അങ്ങനെ സർവീസ് റോഡിൽ നിന്നും വീണ്ടും ഞങ്ങൾ മറ്റൊരു റോഡിലേക്ക് തിരിയാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ഞങ്ങളൊരു റെയിൽവേ മുറിച്ചു കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്ഥലത്തിൻ്റെ ശരിയായ പേരൊന്നും ഞങ്ങൾക്കറിയില്ല. ലക്ഷ്മി സാഗര എന്നാണെന്ന് തോന്നുന്നു. മാപ്പിൽ കാണിച്ചു തന്ന പേരാണിത്. അങ്ങനെ റെയിൽവേയും കടന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. മെയിൻ റോഡിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. മൈസൂർ മുതൽ ബാംഗ്ലൂർ വരെ ഒറ്റ റോഡാണുള്ളത്. സർവീസ് റോഡിലൂടെ വരുമ്പോൾ ഒരുപാട് ഗ്രാമങ്ങളിലൂടെയും മറ്റും കറങ്ങിയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ നഗരത്തിന്റെ ഏകദേശം 30 കിലോമീറ്റർ അകലെ എത്തിയിരിക്കുന്നു. ഇനി വഴിയരികിൽ റൂമെല്ലാം അന്വേഷിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ മുന്നേ റൂം എടുക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ അതിനേക്കാളും നല്ലത് ഇപ്പോഴാണ്. ബാംഗ്ലൂർ പട്ടണത്തോട് അടുക്കും തോറും റൂമിൻ്റെ വാടക കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ റൂം അന്വേഷിച്ചുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റൂമിൻ്റെ കാഴ്ചകളും ബാംഗ്ലൂരിൻ്റെ മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. യാത്രകളും ചരിത്രങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ.